welcome back to our YouTube channel. This is Devananda and you are watching Devuti Vloggers. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഹോം ടൂർ, സ്കൂൾ ടൂർ, അങ്ങനെ പല രീതിയിലുള്ള ടൂറുകൾ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതായത് വെറൈറ്റി ആയിട്ട് നമുക്ക് പാടം ടൂർ ആവാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് പാടം ടൂറിന് മുമ്പ് എൻ്റെ ക്യാമറമാനെയും അതിൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്ത് തരുന്നത് ഫസ്റ്റ്. അപ്പോൾ അത് വർഷിതയാണ് ഷൂട്ട് ചെയ്ത് തരുന്നത്. ഇനി നിങ്ങൾ AVP ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എൻ്റെ ഫ്രണ്ട്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഗായ്സ്, എൻ്റെ ഫ്രണ്ട്സാണ് ഇവർ വന്നിട്ട് ഫസ്റ്റ് വർഷിതയാണ്. അവർ തന്നെ അവരുടെ പേര് പരിചയപ്പെടുത്തട്ടെ. ഹലോ ഗൈസ്, എൻ്റെ പേര് വർഷിത. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇവള് എൻ്റെ അനിയത്തിയാണ്. ഇവള് പൃഥ്വിക പേര്. ഇവള് UKGയിൽ പഠിക്കുന്നു. ഇവൾ എൻ്റെ ഫ്രണ്ട് കുഞ്ഞുമാണ്. അവളുടെ ശരിക്കത്തെ പേര് ദക്ഷ. അപ്പോൾ അവള് 3rd-ലാണ് കേട്ടോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടില്ലേ? ഇനി നമ്മൾ ഷൂട്ട് ചെയ്ത് തരുന്നത് വർഷിതയാണ് കേട്ടോ. വർഷിതയാണ് ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ബാക്കി പാടം എന്താണ്? പാടം ടൂർ സ്റ്റാർട്ട്. ഇപ്പം ഞാൻ പാടം ടൂർ കാണിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാ അവിടേക്കാണ് ക്യാമറമാൻ. ഗൈസ്, ഇത് എന്താണെന്ന് മനസ്സിലായോ? മയിലുകളാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പറ്റിയ ടൈം നോക്കിയിട്ടാണ് മയിലുകൾ നടക്കുന്നത്. എത്രയാണോ വെച്ചാൽ 1 2 3 4 6ഓളം ഉണ്ട്. 6 എണ്ണത്തോളം ഉണ്ട്, 6 7 ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയത് സന്തോഷിക്കുന്നു ഞാൻ. ഇനി നമുക്ക് ടൂറിലേക്ക് തന്നെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പാടം ടൂറിലേക്ക് പോവാം. ഇവരെ ഞാൻ നിർത്തി. ഇനിയിപ്പോൾ വർഷിത ഒന്ന് വരും. പോയിക്കോ. ഓക്കെ, ഹൈറ്റ് ഒന്നും താഴില്ല, അങ്ങനെ തന്നെ തോന്നും. ഓക്കെ, അപ്പം നമ്മുടെ ടൂറിലേക്ക് കിടക്കാതെ വർഷിതയും വന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും പോയി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇതാണ് കേട്ടോ അതിൻ്റെ പാടം. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ പാടം നോക്കൂ, ഓരോ സ്ഥലമായിട്ട് നമ്മൾ കാണിച്ചു തരും. പറ ഇവിടെ നോക്കിയോ. ഓക്കെ, നമുക്ക് ഇതേ കൂടെ ഒന്ന് പോയി നോക്കാം. നോക്കിട്ടെ. എവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോ പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ല. ഫോൺ വേണി കൊടുത്തോളൂ. ഇതുവരെ മതി. ഇനി നമുക്ക് അടുത്ത ആ പാടത്തിലേക്ക് പോവാം. ഈ പാടം ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്ത ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. എന്താണ് ഇപ്പോൾ കതിര് വന്ന് നിന്നിട്ട് നമുക്ക് സേഫ്റ്റി പറയാം. അപ്പോൾ നമുക്ക് അവിടെ ഭയങ്കര കംഫർട്ടബിൾ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തതാണ് പാറുക്കുട്ട വേണ്ടടാ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ, ഇവിടെയും പല രീതിയിൽ പല സ്ഥലങ്ങളും ഭയങ്കര രസമുണ്ടോ. ഇത് നോക്കിയേ, ഈ പാടം കിടക്കുന്ന മൊത്തം നമ്മുടെ അരിയാണ്. ഇത് ഞങ്ങളുടെ പാടമല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലത്തെ പാടമാണ്. ഞങ്ങളുടെ നാട്ടിലത്തെ പാടമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാടമല്ല. ഇനി അത് വിചാരിക്കരുത്. പിന്നെ ഈ പാടം കണ്ടിട്ട് നമുക്ക് നൊസ്റ്റാളജി വരാം. അപ്പം നിങ്ങൾക്ക് തോന്നിയ നൊസ്റ്റാളജിയും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, ക്യാമറമാൻ ബാക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ ചാടണം. അവിടെ കുഴിയുണ്ട് കേട്ടോ, പിടിക്കണ്ടേ? ഓക്കെ വരൂ. അപ്പം എന്താ പറയുക, എല്ലാവരും വീട്ടിൽ നമ്മളിപ്പോൾ മൊബൈലൊക്കെ കണ്ടിരിക്കുന്ന ഈ വെക്കേഷൻ ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഫോണും TV ഒക്കെ നോക്കിയിരിക്കുന്ന നേരം ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ നടക്കുക. അപ്പോൾ നമുക്ക് നല്ല എനർജിയും ശുദ്ധവായുവൊക്കെ ശ്വസിക്കാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ 3-4 ദിവസം നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് നിങ്ങളെ കൂടെ കാണിക്കണം എന്നുണ്ടായത്. ഈ വീഡിയോ ഇടുമ്പോഴെങ്കിലും നമ്മളുടെ മനസ്സ് മാറി നമുക്കൊരു പാടത്തൊക്കെ ഇറങ്ങി നടന്ന് നോക്കൂ. 2 ദിവസം നടന്ന 3-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി നമുക്കതിന് ചിന്തിക്കാൻ വരും, ഇന്നൊന്ന് പാടത്ത് പോയി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നടക്കാൻ പോവാ. ഇങ്ങനെ
ഓക്കെ അല്ലേ? ഓക്കെ, എനിക്ക് ഇതിൻ്റെ ഇറങ്ങി നടക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിക്കാം, നല്ലതായിട്ട് വലുതായിട്ടൊന്നും ഇറങ്ങില്ല. അപ്പോൾ ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഈ ഹൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. കുഞ്ഞു വാ പിടിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പം നോക്ക് ഗൈസ്, നല്ല രസമുള്ള പാടമാണ്. ഓക്കെ, നല്ല രസമില്ലേ? ഒരു മിനിറ്റ്, നമ്മുടെ അപ്പൊ നോക്കിയേ, നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുവരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. പാർക്കൂട്ട അവിടെ നിന്നോ? നമ്മുടെ അരിയൊക്കെ വേസ്റ്റ് ചെയ്ത് കളയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ എന്തോ ബ്ലോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ വരെ പോകുന്നില്ല. നല്ല രസമുണ്ട് അല്ലേ? എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിലൊക്കെ അരി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെറുക്കി നോക്കാം. പറക്കൂട്ട ഇറങ്ങിയിട്ട് ഇനി ഓക്കെ ഗൈസ്, നമ്മുടെ അരിയൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് അല്ലേ? ഇനി ഞാനായി കേട് വരുത്തിയിട്ട് എനിക്ക് കൃഷിക്കാരുടെ ഒന്നും തല്ലുകൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു ഇതിൻ്റെ മുളന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഓ ഓക്കെ. നമ്മുടെ വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, ഈ മൈക്കില്ല. അപ്പം ഞാൻ ഇത്രയും ഉറക്കെയാണ് പറയണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറയുന്നുണ്ട്. അവളുടെ പേര് ദേവിത എന്നാണ്. അവൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്ലേ ഫ്രണ്ട് എന്ന് പറയുന്നത് വർഷീതയാണ്. പറയാൻ പറഞ്ഞു, അപ്പോൾ ഞാനത് പറയും. എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ട് കുറേ ആയി, അപ്പം ഞാൻ ഇതൊക്കെ പറയും. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. പോസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കുട്ടിക്കടുത്ത് ഇവിടെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇത്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം പറഞ്ഞിട്ട് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാം എൻ്റെ ഏട്ടൻ്റെ ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. അത് 4 ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ, AVP ചാനൽ, നമ്മുടെ വർഷത്തിൻ്റെ ചാനൽ തന്നെയാണ്. പിന്നെ ദച്ചു പറയുന്നത് അവളുടെ കസിനാണ്. അവൻ്റെ ചാനലിൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ പറഞ്ഞുതരാം. വർഷത്തേക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അവൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ചോദിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അതായത് ഒന്നാമത്തെ പേരാണ് ചെണ്ടക്കാരൻ ശ്രീരാജ്, രണ്ടാമത്തെ പേരാണ് ഫോട്ടോഗ്രാഫി ശ്രീരാജ്, മൂന്നാമത്തെ ദേവനന്ദ വിജയൻ, അതായത് എൻ്റെ അക്കൗണ്ടാണ്. നാലാമത്തെ എന്ന് പറയുന്നത് അശ്വതി ദേവനന്ദ വിജയൻ. ഈ 4 ഉള്ളത്. പിന്നെ പറഞ്ഞല്ലോ AVP ചാനൽ, അത് യൂട്യൂബാണ്. അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യും, മറ്റ് 4 ഫോളോ ചെയ്യുകയും ചെയ്യാം. എന്താണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ ഏട്ടൻ പറയാൻ പറഞ്ഞിട്ടില്ലേ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ, പക്ഷേ നമ്മൾ ഹെൽപ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു കട്ട് വീഡിയോ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മതി.